വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി കിടിലൻ പ്ലം കേക്കാണ്. തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ വരണല്ലേ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആണോ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് ആദ്യം കുറുകി വരുമെങ്കിലും പിന്നെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല, ഫ്ലെയിം അതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ആ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇത് പിന്നെയും മെൽറ്റായി തുടങ്ങും. അപ്പോൾ ചീത്തായി പോയിന്ന് ഓർത്ത് ഒരുപാട് നമ്മളിട്ട് ഉരച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ പാത്രം വേഗം കേടായി പോവും. അപ്പോൾ മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ഞാനപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു ഇത് ഇത്രയും ആക്കി എടുത്തത്. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആയെന്ന് കണ്ടാൽ ഇതിലേക്ക് നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വാട്ടർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് മെല്ലെ മെല്ലെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട പിടിച്ചാൽ ആരും ടെൻഷൻ ആവണ്ട. ഇത് കുളമായിന്ന് ഓർത്തൊന്നും പേടിക്കൊന്നും വേണ്ട. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് മെല്ലെ മെല്ലെ മെൽറ്റായി വന്നോളും. ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നോളും. അപ്പോൾ തന്നെ അയ്യോ ചീത്തായി പോയിന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഒരുപാട് കുത്തി ഇളക്കരുത് നമ്മൾ. അപ്പോൾ പാത്രം നമ്മൾ ചീത്താവാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇത് മെൽറ്റായിട്ടൊന്ന് ഇത് കട്ടായിട്ട് തന്നെ ഒന്ന് പൊന്തി വന്നോളും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് വെള്ളം ചൂടാവണതിനനുസരിച്ച് അത് മെൽറ്റായി വന്നോളും. പിന്നെ ഈ ഷുഗർ മെൽറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവാണ്ട് നോക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആയി പോയി കഴിഞ്ഞാൽ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു കരിഞ്ഞ ചൊവ്വ അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു മീഡിയം ബ്രൗൺ കളറിൽ ആയി കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മുടെ ഷുഗർ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. കറുത്ത ഉണക്കമുന്തിരി, അതുപോലെ ഒരു 4 ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞിട്ട്. അതുപോലെ 2 സ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ 2 സ്പൂൺ അളവിൽ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഓവറായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ വറ്റിക്കരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചൂടാറി കഴിയുമ്പോൾ കട്ട പിടിച്ചിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധം വെള്ളം ഒന്ന് കുറുകി വരത്തക്ക രീതിയിൽ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഒന്ന് നല്ലപോലെ ബീറ്റായി ഒന്ന് പൊന്തി ഒരു വൈറ്റ് കളർ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര അല്പാൽപ്പമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പഞ്ചസാരയുടെ ഒപ്പം 4 ഗ്രാമ്പും കൂടി ഇട്ടാണ് അടിച്ചിരിക്കുന്നത്. ഗ്രാമ്പു മാത്രം ഇടണമെങ്കിൽ ഒരുപാടൊന്നും പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ പഞ്ചസാരയുടെ ഒപ്പം ഇടുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് മൈദപ്പൊടിക്ക് 1 കപ്പ് പഞ്ചസാര എന്നതാണ് കറക്റ്റായിട്ടുള്ള അളവ്. അപ്പം ഞാനിതിൽ ആ 1 കപ്പ് പഞ്ചസാരയിൽ ആദ്യത്തെ 1/2 കപ്പ് ഷുഗർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 1/2 കപ്പിൻ്റെ ഒപ്പം ഗ്രാമ്പു ഇട്ടിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഈ ആഡ് ചെയ്യുന്നത്. അത് ഞാനൊരു 2 തവണയായിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട നല്ലപോലെ ബീറ്റായിട്ട് നല്ലപോലെ പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ കളറൊക്കെ നല്ലപോലെ ലൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ സിറപ്പിൽ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് കുതിർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 3 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് അപ്പോഴത്തേക്ക് ആ പഞ്ചസാര ലായനിയുടെ ആ ഒരു മധുരവും എല്ലാം കൂടി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ചൂടായി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡിൽ ഇത് ഇളക്കി കൂട്ടരുത് കേട്ടോ. മെല്ലെ മെല്ലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ആ മുട്ട പതപ്പിച്ച് പൊന്തിയേക്കണത് ഒരിക്കലും താഴ്ന്നു പോകരുത്. അപ്പോൾ അതനുസരിച്ച് മെല്ലെ മെല്ലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയും 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2-3 തവണയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും ഇതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടറും ആഡ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് പ്ലം കേക്കിനൊക്കെ ഇതുപോലെ ഒരു തവണ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടതിന് ശേഷം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് തന്നെ നമ്മുടെ കേക്കിന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 2-3 തവണകളായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പീഡിൽ ഫോൾഡ് ചെയ്യരുത്, നമ്മൾ മെല്ലെ മെല്ലെ വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ അടിപൊളിയായിട്ട് നല്ല അടിപൊളി കളറിലൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടായില്ല. അപ്പോൾ അതിന് പകരം കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് കൊട്ടി കൊടുത്തിട്ടാണ് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് അടി തട്ടാണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കറക്കി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടി തട്ടരുത് കേട്ടോ, അടി തട്ടാണ്ട് വേണം മുകളിൽ മാത്രം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് തട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഭംഗിക്ക് കശുവണ്ടി ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എസ് ഷേപ്പിലുള്ള കശുവണ്ടിയാണോ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. താഴെ ഒരു പരന്ന ഈ ഫ്രൈ പാനൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൃത്യം ഒരു 1 അവർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കിടിലൻ പ്ലം കേക്ക്, ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ റെഡി മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ചെറു ചൂടോടുകൂടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഐറ്റമാണ്. എന്നാലും ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണോ ഇതിന് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവണത്. ഇതിൽ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴോട്ട് പോകാണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചൂടപ്പം പോലെ തന്നെ മുറിച്ച് വെച്ചതും തീർന്നു പോയി. അത്രയും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയുകയാണ്. അത്രയും കിടിലൻ ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് കാശ് ചിലവൊന്നും ഇല്ലാണ്ട് തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലാണ് ഞാൻ ഇനിയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസം ഞാൻ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ കുറേ സ്പെഷ്യൽ ക്രാഫ്റ്റും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് വീട്ടിലിരിക്കുക. ബൈ.